പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. രാവണൻ്റെ ചാരൻ ശുകൻ വാനരസൈന്യത്തിൽ വരുന്നു. വാനരന്മാരൊക്കെ കൂടി അവനെ ബന്ധിക്കുന്നു. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേയാംബുധേ വാനരരാജമഹാകുലസംഭവ. ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കും ഇല്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തുത്തേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്ന് കേവലമെന്നുടെ ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിത് എന്നോട്. ഇവിടെ വന്ന് അന്ധകാരം നനച്ചിടായക നീ വൃഥാ. ഇത്തം ശുകോക്തികൾ കേട്ട് കപികുലമുത്തായ ചാടിപ്പിടിച്ചാർ അതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റ് ശുകൻ അതിക്ലിഷ്ടനായി ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമരാമപ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരമേ, നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്യുക ആശു, മാനവവീര ഹതോഹം പ്രപാഹിമാം. ഇത്തം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിളക്കിനന്നേരം ആനന്ദം ഉൾക്കൊണ്ട് ഉയർന്നോ ശുകൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടത് അങ്ങു ദശഗ്രീവനോടത് ചൊല്ലിയിടുക എന്നത് കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണം ആശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും. കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്ക്, രണ്ടില്ല അതിനെന്ന് ചെന്നു ചൊല്ലിയിടുന്നി. അർക്കാത്മജോക്തികൾ കേട്ട് തെളിഞ്ഞളവ് അർക്കാന്വയോദ്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിത് എന്നതും ആനന്ദമോട് അരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ട് ആർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ളവണ്ണം അതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ട് ഏറ്റവും ദീർഘ ചിന്താന്വിതം. ചീർത്തഖേദത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. കടലിന് കുറുകെ ചിറകെട്ടുന്നു. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവർ ഏവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ന് അത് തോന്നിയത് അങ്ങനെ തന്നെയെന്ന് അർണവതീരെ കിഴക്കു നോക്കി തൊഴുത് അർണോജലോചനനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി കൊണ്ടത്രയും 3 അഹോരാത്രം ഉപാസിച്ചത് അങ്ങനെ
മൂന്ന് ലോകത്തിനും നാഥനാം ഈശ്വരൻ. ഏതുമിളകീല വാരുധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്ന് പെരുവഴി മീളുന്നതല്ല എങ്കിൽ അർണവം ഭസ്മമാക്കിച്ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിൽ ആകുലമെന്നിയേ വാഴുകിൽ എന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണം എൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കു കേട്ട നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞത്. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചും മിട്ടാൽ കവിഞ്ഞ് വന്ന് ഉത്തുംഗമായി തരംഗാവലിയോടും. ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്ര തിമിര ജഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണസമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡനമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലകാം, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗത്പദേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശനം, ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവാ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി. കഷ്ടം അതാർക്ക് നീക്കാവോ തവമതം, പിന്നെ വിശേഷിച്ച് അതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗസ്വഭാവത്തെ ഇന്ന് അന്യഥാകർത്തും ആരുള്ളത് ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായ നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമാവാനായി ചമഞ്ഞോ ഭവൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായത് ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ, തദ്രജോഭൂതങ്ങളായി പ്രദേശാദികൾ. തത്തമോദ്ഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമ ദയാനിധേ. മായയാ ചന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ. മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതം. ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ. ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം. കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം. ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം. രാമ ലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മദീയം അമോഘം അതിന്നിഹ, വേണമൊരു ലക്ഷ്യം എന്ത് അതിനുള്ളതും. വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണമെനിക്ക് വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗത്പദേ.
ഉത്തരസ്യാം ദിശി മത്തീരഭൂതലെ ചിത്രദ്രുമ കുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരം എത്രയും പാരം ഉപദ്രവിച്ചിടുവോ വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരകം മാം അത് നിർണയം രാമനും ബാണമയച്ചാൻ അതുനേരം ആമയം തേടിയിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിത് ആദരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരൻ എത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുത് ഉടനബ്ധിയും മെല്ലെ മറഞ്ഞ് അരുളിയിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ച് ഉടൻ ആജ്ഞയെ ചെയ്തിത് സേതു സംബന്ധനെ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്ന് സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാർ നേരെ ശതയോജനായതമായി ഉടൻ ഈ 5 യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്ന് ആദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിത് അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നീടും ഇല്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങെ പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്ന് ആദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥാ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തത് രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിത് എല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ വിദ്രുതം അദ്രിപാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 ആയതുപോലെ 23-ഉം 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരയ കണ്ഠേ സുമിത്രാതനയനം ആരുഹ്യ ചെന്നു സുബേലാചലം മുകളേറിനാൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുര ആലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിത് ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജപ്രാകാരതോരണപൂർണ്ണ മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്രസന്നിഭ ഗോപുരജാല പരിഘ ശതഘ്നി സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ
രത്നസിംഹാസനെ മന്ത്രിഭിസ്സങ്കുലെ രത്നദണ്ഡാതപത്രൈ ഉപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ. സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ, മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോട് അയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. ഭക്തിസാന്ദ്രമായ അധ്യാത്മരാമായണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് DC ബുക്സ്. രാവണൻ്റെ അടുക്കൽ ശുകൻ ചെന്ന് വാനര സൈന്യത്തിൻ്റെ വലുപ്പവും രാമൻ്റെ പ്രഭാവവും അറിയിക്കുന്നു. പങ്ക്തിമുഖനം അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതന്നുത്തര തീരോപരി ചെന്ന് ഒരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമരാമപ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനവധ്യൻ അയപ്പിൻ അയപ്പിൻ എന്ന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാർ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിത് മാനവവീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്ന് ഉഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്ക് എന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കെട്ടുകൊണ്ട് അന്ധനായിപ്പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിന്നു ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുക ആശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെക്കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്ന് ഉള്ളിൽ വന്നിങ്ങ് പൂക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ആശു നീ എന്നരുളി ചെയ്ത് ഇരുന്നരുളിയിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുങ്കവപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനര ഉർവി കുലങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്ന് നിൽക്കുന്നിത് നിർഭയം. സംഖ്യയും ആർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും റിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ച് കാലനും പേടിച്ചുമണ്ടും അവനോട് നീലനാം സേനാപതി വഹ്നിനന്ദനൻ. അംഗദനാകും ഇളയ രാജാവ് അതിനങ്ങേത് പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ. തൽപാർശ്വസേമ്യന് നിൽക്കുന്നത് വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭൻ അങ്ങേത് അവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളൻ
അതിനങ്ങേത് ബോധമേറും വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ട്, ഉള്ളത് അറിഞ്ഞാലും. ഉള്ളം തെളിഞ്ഞ് പോർക്കായി 21 വെള്ളം പടയും ഉള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ല, ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായാദേവി, സോദരൻ ലക്ഷ്മണനായത് അനന്തനും. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ എന്നറിക വഴിപോലെ. വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നത് ഓർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെക്കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേധാസ്ഥിമൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധം എത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്ക് അതോർക്കനി. ഹന്താ ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പതിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയൻ, ആത്മാനമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദിവസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ച് ഇതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിത്. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ, ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്ത് ഇങ്ങനെ എന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരൻ അദ്വയൻ. സീതയെ രാമന് കൊണ്ടക്കൊടുത്ത് തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലില്ല ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത്, നല്ല ജനത്തോട് ചോദിച്ചു കൊள்കടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം.
സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാറ് അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്ക്, അതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ല എന്ന് കൽപ്പിച്ചത് എൻ മുന്നിൽ നിന്നാശു മറയത്വ പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്ക് ഇന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്ക് ഇരുന്നീടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം പറയാണ്. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവീടിനാൽ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാം വൃന്ദാരക അഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരെ നിർജ്ജര വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നും നല്ലു ശുകാപകാരത്തിന് എന്ന അന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോദ്ഭവനാം അഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാൻ ഒരു ദിവസം ബലാൽ സംപൂജിതനാം അഗസ്ത്യതപോധനൻ സംഭോജന അർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തഥാ യാതുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ച് അന്തരാ ചൊന്നാൻ ശുകനോട് മന്ദഹാസാന്വിതം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായുണ്ണേണം ഇന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്ന് അവളും ചൊന്നാൾ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാം മർത്യമാംസം വിളമ്പിക്കൊടുത്ത് അമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ അറിഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചത് മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി ഇനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം, മാംസോത്തരം ഭുജിക്കണമെനിക്ക് എന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലുചൊല്ല് എന്തു പറഞ്ഞത് നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നത് കേട്ട് ശുകനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഈ ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്ന് അഞ്ജസ ഞാനതു കേട്ടിത് ചെയ്തതും. ഇത്തം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ടു കണ്ടോരളവ് ഉൾത്താപമോട് അരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പത യാമിനീ സഞ്ചാരികൾ ഇത് ചെയ്തത് നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാ വിധിതൻ മതം എന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയും ആകയാൽ. നല്ലത് വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വച്ചുകൊള്ളും ദൃഢം.
രാവണഭൃത്യനായി നീയും വരും, ചിരം കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്ന് ഒരാകുലമെന്നിയേ ലങ്കാപുരാന്തികെ, 4 പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനനന്നു നീ ചെന്നു വണങ്ങുക രാമന് സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണന് ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി. രാക്ഷസഭാവമശേഷവും ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോദ്ഭവൻ, സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാൻ്റെ വാക്യം. സാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിത് രാവണ മാതാവ് തൻ പിതാ. ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു. രക്ഷോവരനും ഇരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ. കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നിത് അന്വഹം, ചോരയും പെയ്യുന്നത് ഉഷ്ണമായി എത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു, ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു, ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു, രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായി ഏറ്റം കരാള വികടനായി വർണ്ണവും പിംഗലകൃഷ്ണമായി സന്തതം. കാലനേയുണ്ട് കാണുന്നിത് എല്ലായിടവും, കാലം ആപത്തിനുള്ളോന്നിത് നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിന് അത്രയവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി. രാമപാതേ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭുജിച്ചു കൊള്ളുക അദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരിധിയെ കടക്കുന്നിത് യോഗികൾ. ഭക്തി കൊണ്ട് അന്ധഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം, പഥ്യം നിനക്കിത് ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിന് എന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ജളൻ എത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിത് എന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്വ ചൊല്ലിവിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രം ഇത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ് അമാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധിനി കരേറിനാൻ. രാമരാവണ യുദ്ധത്തിൻ്റെ തുടക്കം. ആദ്യമെല്ലാം രാക്ഷസപ്രമുഖന്മാർ, ഏറ്റവും ഒടുവിലാണ് രാവണൻ വധിക്കപ്പെടുക. ആ യുദ്ധം ആരംഭിക്കുന്നു. വാനരസേനയും കണ്ട് അകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ.
യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ പൊക്ക് ഉടൻ അത്യന്ത ഭീത്യാവശിക്കയില്ല അത്ര നാം. ഭേരി മൃദംഗഠക്കാപണവാനകദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണ അശ്വ ഉഷ്ട്ര ഖര ഹരി ശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗ ശൂല ഇഷു ചാപപ്രാസതോമര മുദ്ഗരയഷ്ടി ശക്തി ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായി ഉദ്ധത ബുദ്ധിയോടെ അദ്രികൾ ഉർവിയും തൽക്ഷണമുദ്ധൂതമായത് സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും ദുഷ്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനൻ മിത്രവർഗ അമാത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാം ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണയുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകരപ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപിബലം ലങ്കാപുരത്ത് വളഞ്ഞാർ അതിദ്രുതം. പൊട്ടിച്ച് അടർത്ത പാഷാണങ്ങളെക്കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെക്കൊണ്ടും ഉർവീരുഹ കൊണ്ടു ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടിനാർ. ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ട് ആർത്തു വിളിച്ച് അടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വിട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗരപംക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭപൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തിമുഴുത്തു ദശാസ്യനവസ്ഥകൾ വേർത്തും അറിവതിനായി അയച്ചീടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച് അടിച്ച് ഉൾക്കടരോഷേണ കൊല്ലുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താൻ അഭയന്ത്രതം. ചെന്നവരും ശുഖസാരണരെപ്പോലെ ചൊന്നത് കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പൊക്കാൻ രാമശിരസ്സും ധനുസ്സും ഇത് എന്നുടൻ വാമാക്ഷി മുന്നിലാം മാറുവെച്ചീടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്ന് മായയാ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണുകിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയം ഖേദമശേഷം അകലെ കളകനീ
എല്ലാം ചതി എന്ന് തേറിയിടിത് ഒക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങ് ഇല്ലൊരു സംശയം കല്യാണദേവതെ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്വം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞ് ഇരുന്നീടിനാൾ സീതയും. മംഗലദേവതാ വല്ലഭാജ്ഞാവശാൽ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നോട് മുന്നിലാമ്മാറു വെച്ചിടുക വൈകാതെ, യുദ്ധത്തിനാശു പുറപ്പെടുക, അല്ല ആയിൽ അത്തൽ പോണ്ട് ഉള്ളിൽ അടച്ചങ്ങിരിക്കലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്ത് എന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തം അധിക്ഷേപ വാക്കുകൾ കേട്ട് അതിക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നെ അപ്രാസാദവും തകർത്തേടിനാൻ. ഒന്ന് കുതിച്ച് അങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അംഗദൻ. പിന്നെ സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, മരുത്സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാൾ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്ന് പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ബിണ്ടിപാലങ്ങളും മുദ്ഗരജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ സുക്രകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താർ അരക്കരും. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലി നാദവും രാക്ഷസർ ആർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതോർന്നു മാറ്റലിക്കൊണ്ടുതേ ജംഭാര്യമുമ്പാം നിലിംബരും കിന്നര കിംപുരുഷ ഉരക ഗുഹ്യക സംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണാദി അന്തരിക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളാകിയ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാം ഇന്ദ്രജിത്ത് ഏറ്റാനതു നേരം അംഗദൻ തന്നോട് അതിന് കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ. ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്ത് അവനെ കൊന്ന് അലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിത് മിത്രാരിയോട് വിഭീഷണവീരനും നീലൻ നികുംഭനോട് ഏറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോട് രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനവും വാരിധി തന്നിൽ വീണീടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്ത് അമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിത് ബത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേൻ ഇത് എന്നവൻ. വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണവീരനും ഹാഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ
സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൽക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ അബ്ധിതോയം ദ്വിധാഭിത്വ സ്വപക്ഷയുഗ്മോദ്ഭൂത ലോകത്രയത്തോട് അതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിത് തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താർക്ഷിണം മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്ത് എറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൊക്കിരിക്കുന്നതിന് മുന്നമേ വന്നാർ അവരും ഇങ്ങ് എന്തൊരു വിസ്മയം നന്നു എത്രയും എന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിൻ എന്തൊരു ഘോഷമിത് എന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞോ ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും അലാതവും കൈക്കൊണ്ട് ഭിത്തിതൻ ഉത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക ആണുങ്ങളെങ്കിൽ എന്നാർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ യുദ്ധം അനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നേടിനാൻ ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായത് യുദ്ധവും എത്രയും വേൽ അസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖഗദാദികൾ കൈക്കൊണ്ടു വാരണ വാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടെ ഏറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിത് ഒട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയും ആറായൊഴുകി പലവഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്ത് എടുത്ത് ഒന്നെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശുഗതയുമെടുത്തുടൻ പാരിലാം മാറു ധൂമ്രാക്ഷനം ചാടിനാൻ തേരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചത് കോപവും രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനം മാരുതിയെ ഗത കൊണ്ടടിച്ചേടിനാൻ ധീരതയോടെ അതിനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്ന് എറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷൻ ഏറുകൊണ്ട് ഉമ്പർപുരത്തിങ്കലാമ്മാറു ചെന്ന് സുഖിച്ചു വാണിയിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിയത് ഘോഷിച്ചത് അങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടെ പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോകായുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച് അഭിമാനകീർത്തിയ വരിക എന്നയച്ചിടിനാൻ ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോട് എതിർത്തിയിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായത് അനാദൃത്യ ചെന്നു കവികളോട് ഏറ്റു മഹാബലൻ വൃക്ഷശിലാ ശൈലവൃഷ്ടി കൊണ്ട് ഏറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണെ ഖഡ്ഗശസ്ത്ര അസ്ത്രശക്തിയാദികൾ ഏറ്റേറ്റ് മർക്കടന്മാരും മരിച്ചാർ അസംഖ്യമായി 10 അംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിത് രക്തനദികൾ ഒലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ
ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധൗ. വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ച് എറിഞ്ഞേടിനാൻ അംഗദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാൻ അതുനേരം. കമ്പമുണ്ടായത് മേദിനിക്കന്നേരം. ദുഷ്യവനാരിപ്രവര അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാൻ അതുനേരം. രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാചലോപരി. വാനരസേന വരുന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരിക എന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞീലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്ക് ആരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാര് എന്നു ചൊൽക എന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാൻ എന്ന് കൈകോപ്പിനാൻ. തന്നുടേ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിത്. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി. പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോട് ഏറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൾ. ചക്രഖഡ്ഗപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു. അസ്ഥിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോട് ഏറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു. കാലപുരി ബുക്ക് ഇരുന്നരുളീടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.